ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും കമന്റ് ബോക്സിൽ ഒന്ന് രേഖപ്പെടുത്തിയേക്കണേ. കലിപ്പന ഉണ്ടക്കണ്ണിയും ഭാഗം 42, രചന ഫൗസിയ നൗഷാദ്. കോളേജ് ഗേറ്റിന് മുന്നിൽ ബുള്ളറ്റ് നിർത്തുമ്പോൾ ഉണ്ണിയുടെ മുഖത്ത് വല്ലാത്തൊരു ഗൗരവവും മൗനവും തളം കെട്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അവൻ മിഴിയെ നോക്കിയില്ല. വണ്ടിയിൽ നിന്ന് സാവധാനം താഴെ ഇറങ്ങിയ മിഴി ഉണ്ണിയുടെ മുഖത്തേക്ക് ഭയത്തോടെ നോക്കി. അവന്റെ ആ മൗനം ദേഷ്യത്തെക്കാൾ കൂടുതൽ അവളെ ഭയപ്പെടുത്തുന്നുണ്ടായിരുന്നു. ഉണ്ണിയേട്ടാ, മിഴി പതിഞ്ഞ സ്വരത്തിൽ വിളിച്ചു. നീ ക്ലാസ്സിൽ കയറാൻ നോക്കിയോ? ഉണ്ണി കണ്ണാടിയിൽ നോക്കിക്കൊണ്ട് തണുത്ത ശബ്ദത്തിൽ പറഞ്ഞു. വൈകുന്നേരം ഞാൻ വരും. അപ്പോ എനിക്ക് എല്ലാത്തിനും വ്യക്തമായ മറുപടി വേണം. ഉണ്ണി കൂടുതലൊന്നും സംസാരിക്കാൻ നിൽക്കാതെ ബുള്ളറ്റ് തിരിച്ച് വേഗത്തിൽ മുന്നോട്ട് പായിച്ചു. അവന്റെ മനസ്സ് വല്ലാതെ പിടയുകയായിരുന്നു. താൻ ജീവനെ പോലെ സ്നേഹിക്കുന്ന അവനിയും ജീവനും തന്നിൽ നിന്ന് മറച്ചു വെക്കുന്ന ആ സത്യം എന്താണെന്നറിയാൻ അവന്റെ ഉള്ളം തുടിച്ചു. മിഴി ഒരു കനത്ത നെടുവീർപ്പോടെ കോളേജ് കോമ്പൗണ്ടിലേക്ക് നടന്നു. ക്ലാസ് മുറിയിൽ ടീച്ചറുടെ ലെക്ചർ നടക്കുമ്പോഴും മിഴിയുടെ ശ്രദ്ധ അതിലൊന്നും ഉണ്ടായിരുന്നില്ല. ജനലിലൂടെ പുറത്തേക്ക് നോക്കുമ്പോൾ അവളുടെ കണ്ണുകൾ വെറുതെ കോളേജ് ഗേറ്റിനടുത്തേക്ക് നീണ്ടു ചെന്നു. ആ കറുത്ത ജീപ്പ് അവിടെയെങ്ങോ ഇല്ലെന്ന് ഉറപ്പുവരുത്തിയ ശേഷമാണ് അവൾക്ക് അല്പമെങ്കിലും ശ്വാസം നേരെ വീണത്. ഇനി സത്യങ്ങൾ ഒളിച്ചു വെച്ചിട്ട് കാര്യങ്ങളൊന്നുമില്ല. ജീവേട്ടൻ അപകടത്തിലാണ്, ഒപ്പം തങ്ങളും. ഉണ്ണിയേട്ടൻ അറിയേണ്ട സമയം കഴിഞ്ഞിരിക്കുന്നു. എന്നാൽ ഇത് ജീവേട്ടൻ അറിയണം. അവൾ മേശയ്ക്കടിയിൽ വെച്ച് ഫോൺ എടുത്ത് ജീവന്റെ നമ്പറിലേക്ക് വേഗത്തിലൊരു മെസ്സേജ് ടൈപ്പ് ചെയ്തു. ജീവേട്ട, കാര്യങ്ങൾ കൈവിട്ട് പോവുകയാ. ഉണ്ണിയേട്ടൻ ആ ജീപ്പ് കണ്ടു. എന്നെ വഴിയിൽ തടഞ്ഞു നിർത്തി ചോദ്യം ചെയ്തു. വൈകുന്നേരം വീട്ടിലെത്തിയ സത്യമെല്ലാം പറയണമെന്ന് പറഞ്ഞിരിക്കുക. എനിക്കിനി ഉണ്ണിയേട്ടനോട് കള്ളം പറയാൻ കഴിയില്ല ജീവേട്ട. മെസ്സേജ് അയച്ച നിമിഷങ്ങൾക്കകം ജീവനിൽ നിന്ന് മറുപടി വന്നു. നീ പേടിക്കേണ്ട മിഴി, ഉണ്ണി അറിയേണ്ട സമയമായിട്ടുണ്ട്. വൈകുന്നേരം ഞാൻ നിങ്ങളുടെ വീട്ടിലേക്ക് വരാം. അവന്റെ മുന്നിൽ വെച്ച് എല്ലാം ഞാൻ തന്നെ പറയാം. നീ ധൈര്യമായിരിക്കെ. ജീവന്റെ ആ മറുപടി മിഴിക്ക് ചെറിയൊരു ആശ്വാസം നൽകി. എങ്കിലും വൈകുന്നേരം നടക്കാൻ പോകുന്ന കൂടിക്കാഴ്ചയെക്കുറിച്ചുള്ള ഭയം അവളുടെ നെഞ്ചിൽ തീയായി പുകയുകയായിരുന്നു. ജീവനും ഉണ്ണിയും, തനിക്കേറെ പ്രിയപ്പെട്ട ആ രണ്ടുപേരും ആ സത്യങ്ങൾക്ക് മുന്നിൽ എങ്ങനെ പ്രതികരിക്കും? ആ കറുത്ത നിഴലുകൾ ഇനി തങ്ങളുടെ ജീവിതത്തിലേക്ക് ഏത് രൂപത്തിലാണ് കടന്നു വരാൻ പോകുന്നത്? വൈകുന്നേരത്തെ ആ കുറിച്ചുള്ള ആശങ്കയോടെ മിഴി സമയം തള്ളി നീക്കി. ഓരോ മണിക്കൂറും കടന്നു പോകും തോറും അവളുടെ മനസ്സ് അസ്വസ്ഥമായിക്കൊണ്ടിരുന്നു. ഒടുവിൽ വൈകുന്നേരത്തെ ബെല്ലടിച്ചതും അവൾ വേഗത്തിൽ ബാഗും എടുത്ത് പുറത്തേക്കിറങ്ങി. കോളേജ് ഗേറ്റിന് പുറത്ത് ഉണ്ണി തന്റെ ബുള്ളറ്റിൽ ചാരി നിൽപ്പുണ്ടായിരുന്നു. അവന്റെ മുഖത്തെ ഭാവം ഒട്ടും മാറിയിരുന്നില്ല. കനത്ത ഗൗരവവും മൗനവും മാത്രം. മിഴി മിണ്ടാതെ വണ്ടിയുടെ പിന്നിലേക്ക് കയറിയിരുന്നു. യാത്രയിലുടനീളം രണ്ടുപേരും ഒരു വാക്കുപോലും സംസാരിച്ചില്ല. റോഡിൽ ആ കറുത്ത ജീപ്പ് വീണ്ടും തെളിയുമോ എന്ന് മിഴി ഭയത്തോടെ നോക്കുന്നുണ്ടായിരുന്നുവെങ്കിലും ഇത്തവണ വഴിയെങ്ങോ അത് കണ്ടില്ല. വീട്ടിലെത്തി ബുള്ളറ്റ് നിർത്തിയത് ഉണ്ണി അകത്തേക്ക് നടന്നു. മിഴിയും പിന്നാലെ ഉമ്മറത്തേക്ക് കയറി. അവിടെ ഹോൾ മുറിയിൽ ജീവൻ കാത്തിരിക്കുന്നുണ്ടായിരുന്നു. ഉണ്ണിയെ കണ്ടതും ജീവൻ കസേരയിൽ നിന്ന് എഴുന്നേറ്റു. നീ വരാൻ കാത്തിരിക്കുകയായിരുന്നു ഉണ്ണി. ജീവന്റെ ശബ്ദത്തിൽ വലിയൊരു ഉത്തരവാദിത്വവും ഉറപ്പും ഉണ്ടായിരുന്നു. ഉണ്ണി ജീവന്റെ മുന്നിലേക്ക് വന്നു നിന്നു. അവന്റെ കണ്ണുകളിൽ ദേഷ്യവും വിഷമവും ഒരുപോലെ പടർന്നിരുന്നു. എന്താ ജീവ ഇതെല്ലാം? ഉണ്ണി വലിയ മുറുക്കത്തോടെ ചോദിച്ചു. നീയും മിഴിയും കൂടെ എന്നിൽ നിന്ന് എന്താ ഒളിപ്പിക്കുന്നേ? ആ ജീപ്പുകാർ ആരാ? രാവിലെ മിഴി പേടിച്ചു വിറച്ച ആ ജീപ്പിലേക്ക് നോക്കുന്നത് ഞാൻ കണ്ടതാ. എന്നോട് കാര്യങ്ങൾ പറയാൻ എന്താ നിനക്ക് ഇത്ര മടി? ജീവൻ ഒരു നിമിഷം ശാന്തനായി ഉണ്ണിയുടെ തോളിൽ കൈവച്ചു. നിന്നോട് പറയാതിരുന്നത് പേടിച്ചിട്ടല്ല ഉണ്ണി. നിന്നെ ഇതിലേക്ക് വലിച്ചീച്ച നിന്റെ ജീവനും അപകടത്തിലാവുമെന്ന് പേടിച്ചിട്ടാണ്. ജീവൻ ഒരു ദീർഘനിശ്വാസത്തോടെ തുടർന്നു. പക്ഷേ ഇനി മറച്ചു വെക്കുന്നതിൽ അർത്ഥമില്ല. എന്റെ അനന്യയുടെ മരണം വേറെ ആക്സിഡന്റ് ആയിരുന്നില്ല. അതൊരു കൊലപാതകമായിരുന്നു. ജീവന്റെ ആ വാക്കുകൾ കേട്ട് ഉണ്ണി തരിച്ചു നിന്നു. എന്ത്? കൊലപാതകോ? ഉണ്ണിയുടെ കണ്ണുകൾ വിടർന്നു. അതെ, ജീവന്റെ മുഖം കടുത്തു. അത് വേറെ ഒരു ആക്സിഡന്റ് ആയിരുന്നില്ല ഉണ്ണി. ജീവന്റെ കണ്ണുകളിൽ ദേഷ്യവും വിഷമവും തീ കത്തി. പിന്നെ ആരാ ജീവ അത് ചെയ്തത്? അനന്യയോട് അവർക്ക് എന്താ ഇത്ര ശത്രുത? ഉണ്ണിയുടെ ശബ്ദത്തിൽ ആകുലത നിറഞ്ഞു. ജീവൻ ഒരു ദീർഘനിശ്വാസം എടുത്ത കറുത്ത സത്യങ്ങൾ ഓരോന്നായി വെളിപ്പെടുത്തി. ബാംഗ്ലൂർ കേന്ദ്രീകരിച്ച് നടക്കുന്ന വലിയൊരു അനധികൃത അവയവ കച്ചവട മാഫിയാണ് അതിന് പിന്നിൽ. ബംഗളൂരുവിലെ പ്രമുഖ മെഡിക്കൽ കോളേജിൽ അനന്യ പഠിക്കുന്ന സമയത്താണ് ആ ശൃംഖലയെക്കുറിച്ച് അവൾ അറിയുന്നത്. അവിടെയുള്ള വമ്പൻ ഹോസ്പിറ്റലുകൾ കേന്ദ്രീകരിച്ച് പാവപ്പെട്ട രോഗികളെയും അനാഥരെയും ചതിയിൽപ്പെടുത്തി അവയവങ്ങൾ കടത്തുന്ന വലിയൊരു സംഘം പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ജീവന്റെ ശബ്ദം കൂടുതൽ കടുത്തു. ആ ദന്തഗോപുരത്തിലെ വമ്പന്മാരുടെ പേരുകളും അവയവ കച്ചവടത്തിന്റെ റൂട്ട് മാപ്പും തെളിവുകളും അടങ്ങിയ ഒരു ഡയറിയും പെൻഡ്രൈവും അനന്തയെ രഹസ്യമായി സംഘടിപ്പിച്ചു. ബാംഗ്ലൂരിൽ വെച്ച് തന്നെ അവളെ ഇല്ലാതാക്കാൻ അവർ ശ്രമിച്ചതാണ്. എന്നാൽ അവിടെ നിന്ന് രക്ഷപ്പെട്ട് നാട്ടിലേക്ക് ഓടിയെത്തിയ അവളെ ആ മാഫിയയുടെ ഗുണ്ടകൾ കറുത്ത ജീപ്പിൽ പിന്തുടർന്നു വന്ന് കൊലപ്പെടുത്തുകയായിരുന്നു. പക്ഷെ ആ അപകടത്തിന് തൊട്ടു മുന്ന് അനന്യ ആ തെളിവുകൾ എന്റെ കൈ സുരക്ഷിതമായി ഏൽപ്പിച്ചിരുന്നു. ജീവൻ മീഡിയ ഒരു നോട്ടം നോക്കി തുടർന്നു. ആ ഡയറി ഇപ്പോഴും എന്റെ പക്കലുണ്ട്. ബാംഗ്ലൂർ മാഫിയക്ക് ഇപ്പോൾ മനസ്സിലായിരിക്കുന്നു ആ തെളിവുകൾ എന്റെ കയ്യിലുണ്ടെന്ന്.
കഴിഞ്ഞ ദിവസം തെളിവുകൾ തട്ടിയെടുക്കാൻ അവർ വന്നപ്പോഴാണ് മിഴി അവിടേക്ക് കടന്നു വന്നത്. എന്നെ രക്ഷിക്കാൻ അവൾ ഇടയിൽ കയറിയതോടെ മിഴിയാണ് എന്റെ ഏറ്റവും വലിയ ബലഹീനതയെന്ന് അവർ തിരിച്ചറിഞ്ഞു. ആ ബംഗളൂരു അവയവ കച്ചവടത്തിന്റെ തെളിവുകൾ തിരികെ നൽകിയില്ലെങ്കിൽ അനന്യയെ ബാംഗ്ലൂരിൽ നിന്ന് പിന്തുടർന്നു വന്ന് ഇല്ലാതാക്കിയതുപോലെ മിഴിയും തീർത്ത് കളയുമെന്നാണ് ആ കറുത്ത ചീപ്പുകാർ ഭീഷണിപ്പെടുത്തിയിരിക്കുന്നത്. സത്യങ്ങൾ തിരിച്ചറിഞ്ഞ ഉണ്ണിയുടെ കൈകൾ ദേഷ്യം കൊണ്ട് വിറച്ചു. മിഴി കണ്ണീരോടെ തരിച്ചു നിന്നു. ബാംഗ്ലൂരിലെ ഭീതിജനകമായ ആ അവയവ മാഫിയയുടെ അദൃശ്യ കരങ്ങളാണ് തങ്ങളെ ചുറ്റിപ്പിടിച്ചിരിക്കുന്നതെന്ന് ആ നിമിഷം അവർ മൂവരും തിരിച്ചറിയുകയായിരുന്നു. സത്യങ്ങൾ ഓരോന്നായി വെളിപ്പെട്ടപ്പോൾ ആ മുറിയിൽ ശ്വാസമടക്കിയ നിശബ്ദത തളം കെട്ടി നിന്നു. ഭയം കൊണ്ടും ആകുലത കൊണ്ടും മിഴി തളർന്നിരുന്നു. ഉണ്ണിയുടെ കവിളിലെ നരമ്പുകൾ ദേഷ്യം കൊണ്ട് വലിഞ്ഞു മുറുകി. മിഴിയുടെ ജീവന് നേരെയാണ് ആ കറുത്ത ശക്തികൾ കൈയോങ്ങിയിരിക്കുന്നത് എന്ന തിരിച്ചറിവ് അവന്റെ നിയന്ത്രണം തെറ്റിച്ചു. എന്നിട്ടാണോ ജീവ നീ ഇതൊക്കെ എന്നിൽ നിന്ന് ഒളിച്ചു വെച്ചത്? ഉണ്ണി കോപത്തോടെ ശബ്ദമുയർത്തി. അനന്യ നിനക്ക് ആരുമായിക്കൊള്ളട്ടെ, പക്ഷെ എന്റെ മിഴി, അവക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമുണ്ടോ? ഏത് വമ്പന്മാരാണെങ്കിലും ശരി, അവളെ തൊടാൻ ഞാൻ സമ്മതിക്കില്ല. ഉണ്ണിയേട്ടാ, മിഴി ഇടറിയ ശബ്ദത്തോടെ ഉണ്ണിയുടെ കൈകളിൽ പിടിച്ചു. ഏട്ടൻ ദേഷ്യപ്പെടരുത്, ജീവിയുടെ നിന്നെ സംരക്ഷിക്കാനാണ് നോക്കിയത്. നീ മിണ്ടരുത് മിഴി. ഉണ്ണി അവളെ വിലക്കി. പിന്നെ ജീവന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. ജീവ, പറയുന്നത് കൊണ്ടൊന്നും തോന്നരുത്. എനിക്കിപ്പോ ഇവളുടെ ജീവനാണ് പ്രധാനം. അതുകൊണ്ട് ഇത്ര അപകടമുള്ള സ്ഥിതിക്ക് തൽക്കാലം ഇനി നീ ഇവളെ കാണാനോ വീട്ടിലേക്ക് വരരുത്. അച്ഛന്റെ കാര്യങ്ങൾ ഞാൻ നോക്കിക്കോളാം. ഉണ്ണി ജീവയെ നോക്കാതെ മുഖം തിരിച്ചു പറഞ്ഞു. ഉണ്ണിയുടെ വാക്കുകൾ ഹോൾമുറിയിൽ ഒരു ഇടിമിന്നൽ പോലെയാണ് പതിച്ചത്. ജീവൻ ഒരു നിമിഷം തരിച്ചു നിന്നു. അവന്റെ കണ്ണുകളിൽ ആഴത്തിലുള്ള ഒരു വേദന തെളിഞ്ഞു വന്നു. മിഴിയുടെ സുരക്ഷ മാത്രമാണ് ഉണ്ണിയുടെ മനസ്സിലെന്ന് ജീവന് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ ഉണ്ണിയോട് ദേഷ്യപ്പെടാൻ അവന് കഴിഞ്ഞില്ല. ഉണ്ണി, ജീവൻ താഴ്ന്ന ശബ്ദത്തിൽ വിളിച്ചു. അവന്റെ തൊണ്ട ഇടറുന്നുണ്ടായിരുന്നു. നീ പറയുന്നത് എനിക്ക് മനസ്സിലാകും. അനന്യ എനിക്ക് നഷ്ടപ്പെട്ടു. എന്റെ മിഴിക്കും അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ ഞാൻ ജീവിച്ചിരുന്നിട്ട് കാര്യമില്ല. അതുകൊണ്ട് നീ പറയുന്നതാണ് ശരിയെങ്കിൽ ഞാൻ മാറിയിക്കാം. ജീവേട്ട, അരുത്. മിഴി നിലവിളിയോടെ ജീവന് മുന്നിലേക്ക് ഓടിയെത്തി. അവളുടെ കണ്ണുകളിൽ നിന്നും കണ്ണീർ ധാരധാരയായി ഒഴുകി. ഉണ്ണിയേട്ടാ, ജീവേട്ടൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. ജീവേട്ടൻ കൂടെയില്ല, നമ്മൾ എങ്ങനെ ഇതൊക്കെ നേരിടുക? പ്ലീസ്, ജീവേട്ടനോട് പോകാൻ പറയരുത്. മിഴി ഉണ്ണിയുടെ കൈകളിൽ പിടിച്ച് അപേക്ഷിച്ചു. മിഴി, ഞാനൊരു തീരുമാനം എടുത്തു കഴിഞ്ഞു. ഉണ്ണി അവളുടെ കൈകൾ സാവധാനം വിടുവിച്ചുകൊണ്ട് കടുപ്പത്തിൽ പറഞ്ഞു. ഇത് നിന്റെ ജീവന്റെ പ്രശ്നമാണ്. അച്ഛന്റെ കാര്യം ഓർത്താണെങ്കിലും നീ അടങ്ങിയിരിക്കണം. അച്ഛനെ കൂടി നമ്മളെ അവസ്ഥയിൽ അറിയിക്കാൻ പാടില്ല. ജീവ മിഴിയുടെ അടുത്തേക്ക് നടന്നു. അവൻ അവളുടെ കണ്ണീരുറ്റുന്ന മുഖത്തേക്ക് സ്നേഹത്തോടെയും വേദനയോടെയും നോക്കി. പേടിക്കേണ്ട മിഴി, ഞാൻ ദൂരെയാണെങ്കിലും നിനക്കൊരു അപകടവും വരാൻ ഞാൻ സമ്മതിക്കില്ല. ആ ഡയറിയും പെൻഡ്രൈവും എന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. ഉണ്ണി പറഞ്ഞത് നിന്റെ നല്ലതിനാണ്. ജീവൻ പതിയെ തിരിഞ്ഞു നടന്നു. പൂമുഖത്തെ പടികളിറങ്ങി അവൾ ഇരുട്ടിലേക്ക് നടന്നു നീങ്ങുമ്പോൾ മിഴി വീടിന്റെ ഉമ്മറപ്പടിയിൽ തളർന്നിരുന്ന് വിതുമ്പി. ഉണ്ണി അകലേക്ക് മാഞ്ഞു പോകുന്ന ജീവനെ നോക്കി ദീർഘനിശ്വാസം എടുത്തു. അവൻ മിഴിയുടെ തോളിൽ കൈവച്ചു. മിഴി, നിനക്ക് അപകടം വരുന്നത് എന്തെങ്കിലും ഇന്നേ വരെ ഞാൻ ചെയ്തിട്ടുണ്ടോ? ഇന്ന് എനിക്കിത് ചെയ്തേ പറ്റൂ. കാരണം പ്രശ്നം നിസ്സാരമല്ല. ഇതിന് പിന്നിലുള്ളവർ ശക്തരാണ്. നമ്മളെ കൊണ്ട് നേരിടാൻ പറ്റില്ല അവരെ. അനന്യെ തീർത്തവരാണവർ. ഇനി ആരെയും തീർക്കാൻ മടിക്കാത്തവർ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ എനിക്കത് സഹിക്കാൻ പറ്റില്ല മിഴി. മിഴിയൊന്നും മിണ്ടാതെ ഉണ്ണിയുടെ മാറിലേക്ക് വീണ് വിതുമ്പി. അവൻ അവളെ ചേർത്തു പിടിച്ച് തലയിൽ തലോടി. ഉണ്ണിയുടെ കണ്ണുകളും അറിയാതെ ഈറനണിഞ്ഞിരുന്നു. എനിക്ക് ജീവേട്ടനെ നഷ്ടപ്പെടുത്താൻ കഴിയില്ല ഉണ്ണിയേട്ടാ. അവളുടെ ശബ്ദം അടഞ്ഞു പോയിരുന്നു. നമുക്കാർക്കും ഒന്നും സംഭവിക്കില്ല മിഴി. ഉണ്ണി അവളുടെ മുഖം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഉറപ്പിച്ചു പറഞ്ഞു. പക്ഷെ ആദ്യം ആ മാഫിയയുടെ ശ്രദ്ധ നിന്നിൽ നിന്ന് മാറ്റണം. അതാണ് വേണ്ടത്. നിനക്കൊന്നും സംഭവിക്കാൻ ഞാൻ സമ്മതിക്കില്ല. അവളെ നെഞ്ചോട് ചേർത്ത് മുടിയിൽ തലോടി അവൻ പറഞ്ഞു. ഉണ്ണിയുടെ മാറിൽ മുഖമമർത്തി വിതുമ്പുമ്പോൾ മിഴിയുടെ ഉള്ളിൽ ഭയവും സങ്കടവും ഒരുപോലെ തിളച്ചു മറിയുകയായിരുന്നു. ഏട്ടന്റെ സംരക്ഷണം തനിക്ക് തണലാണെങ്കിലും ഇരുട്ടിലേക്ക് തനിച്ചു നടന്നു നീങ്ങിയ ജീവന്റെ ഓർമ്മ അവളെ വീർപ്പ് മുട്ടിച്ചു. തുടരും. കഥ ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താൻ മറക്കരുതേ. കഥ ലാഗാവുന്നുണ്ടോ, ബോറാവുന്നുണ്ടോ, എന്തെങ്കിലുമൊക്കെ ഒന്ന് ടൈപ്പ് ചെയ്തേക്കണേ. ബൈ.